ശരിഫ, ഈ ഒരു ഭൂമിയിൽ പപ്പായ കൃഷി ചെയ്യാനുള്ള കാരണം എന്താ? പപ്പായ കൃഷി വളരെ ഈസി ആയ ഒരു കൃഷിയാണ്. പിന്നെ നല്ല ഹെൽത്തി ഫുഡ് നമ്മുടെ നാട്ടുകാരെ കൊണ്ട് തീറ്റിപ്പിക്കുക, നമുക്കും കഴിക്കാം. അതാണ് ഇതിന്റെ പ്രത്യേകത. കാരണം ഇത് വരുന്ന രീതികൾ സാധാരണ പുറത്തുനിന്ന് നമുക്ക് വരുന്ന രീതി നമുക്ക് അറിയാലോ കറക്റ്റ് എന്താണെന്നുള്ളത്. ഇതിന്റെ ഇപ്പൊ ഓരോരുത്തരും നമ്മോട് വാങ്ങുന്നവരും ഇത് വാങ്ങി കഴിച്ചവരൊക്കെ അതിന്റെ കറക്റ്റ് അഭിപ്രായം നമ്മോട് പറയുമ്പോൾ അതിലൊരു എനർജി. തീർച്ചയായിട്ടും ഞാനും ഷെരീഫ് ഖാന്റെ സ്ഥിരം കസ്റ്റമറാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല മധുരമുള്ള പപ്പായ. ഇതൊക്കെ റെഡ് ലേഡി ആണ് ഷെരീഫ് ഖാ? ഒക്കെ റെഡ് ലേഡിയാണ്. നമ്മുടെ പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തൈകളാണ് ഇതെല്ലാം. ആണല്ലേ? അവിടുന്ന് വരിക. ഇപ്പൊ നമുക്ക് ഒരു മാസം എത്ര ആദായം കിട്ടുന്നുണ്ട് ഇവിടുന്ന്? ഒരു മാസം എത്ര എന്നുള്ളതിലേറെ നമുക്ക് ശരിക്കും ഒരു മരത്തിൽ നിന്ന് 1000 രൂപ അതെന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം പപ്പായ കൃഷിയിൽ. തീർച്ചയായിട്ടും. കാരണം ഇതിന് നമ്മളിപ്പോ നാട്ടില് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇതിന് എന്തായാലും ശരാശരി ഒരു 35 രൂപ ഞാൻ കിലോയ്ക്ക് വാങ്ങുന്നുള്ളൂ. എന്നാ പോലും ഇത് ഇപ്പൊ ഈ പിടിച്ചിരിക്കുന്ന ഇതുപോലത്തെ പപ്പായ നമുക്ക് ഇതിലാവും. ഇതിന് നമുക്ക് വരുന്നത് ഒരു പപ്പായ തന്നെ 2-2.5 കിലോനോളം വരുന്നുണ്ട്. അതായത് ശരാശരി ഒരു പപ്പായയുടെ റേറ്റ് 100 രൂപയോളം വരുന്നത് മാർക്കറ്റിൽ. നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ 100 രൂപ നമുക്ക് ഇതിന് കിട്ടുമ്പോൾ ശരാശരി ഒരു മരത്തിൽ എത്ര എണ്ണം? 10 എണ്ണം കിട്ടിയാൽ 1000 ആയി. ഒരു 10 എണ്ണം ഒരു മരത്തിന്മേലെ ഉള്ളൂ എന്ന് ചെക്ക് ചെയ്തു. അതെ, തീർച്ചയായിട്ടും. അപ്പൊ 1000 രൂപ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും. താങ്ക് യു.